വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കാൻ പോകുന്നത് 20 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ആപ്ലിക്കബിൾ ടു വേസ്റ്റിംഗ് അസറ്റ്സ്. ഏത് മെത്തേഡാണ് ഡിപ്രിസിയേഷൻ ആപ്ലിക്കബിൾ ടു വേസ്റ്റിംഗ് അസറ്റ്സിനുള്ളത്? ഇൻഷുറൻസ് പോളിസി, ആന്വിറ്റി മെത്തേഡ്, ഔട്ട്പുട്ട് മെത്തേഡ്, റീവാലുവേഷൻ മെത്തേഡ്. ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഔട്ട്പുട്ട് മെത്തേഡാണ് കേട്ടോ. ഓക്കെ. നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു. നോട്ടിംഗ് ചാർജ് ആരുടെ എക്സ്പെൻസ് അല്ല? നോട്ടിംഗ് ചാർജ് ആരുടെ എക്സ്പെൻസ് അല്ല എന്നാണ് പറയുന്നത്. നോട്ട് ആൻ എക്സ്പെൻസ് ടു. ഡ്രോയർ ആണോ, ഡ്രോയി ആണോ, ആക്സെപ്റ്റർ ആണോ, ഡെറ്റർ ആണോ? ആരാണ് നോട്ടിംഗ് ചാർജ് ആരുടെ എക്സ്പെൻസ് അല്ലാത്തതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഡ്രോയറുടെ എക്സ്പെൻസ് അല്ല നോട്ടിംഗ് ചാർജർ കേട്ടോ. ഓക്കെ. നോട്ടിംഗ് ചാർജർ ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ഓഫ് ഡ്രോയർ. ഹു ഈസ് ദ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് കൺസ്യൂമർ ഫെഡ്? കൺസ്യൂമർ ഫെഡിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ, അതായത് ഒട്ടുമിക്ക അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഹെഡുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. എല്ലാ ചെയർമാൻമാരും ഒരു പേപ്പറിൽ എഴുതി വെക്കണം. പ്രസൻറ്റ് ചെയർമാൻ ഓഫ് കൺസ്യൂമർ ഫെഡ് ആരാണ്? ശ്രീ PM ഇസ്മായിൽ, ശ്രീ P പുരുഷോത്തമക്കുറുപ്പ്, ശ്രീ M മെഹബൂബ്, അഡ്വക്കേറ്റ് ഗംഗാധരക്കുറുപ്പ്. കൺസ്യൂമർ ഫെഡ് ചോദിക്കാറുള്ളതാണ്. ചിലപ്പോൾ മത്സ്യഫെഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. മെഹബൂബാണ് ഇവിടെ കൺസ്യൂമർ ഫെഡിന് ഇരിക്കുന്നത് പ്രസൻറ്റ് ചെയർമാൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ്? റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് ഓൾ ലെവൽസ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആരുടെ റെക്കമെൻഡേഷൻ തന്നെയാണ്? റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ തന്നെയാണ്. ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ്, അത് റെക്കമെൻഡേഷനിൽ പെടുന്നുണ്ടോ? ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ക്രിയേഷൻ ഓഫ് വയബിൾ യൂണിറ്റ്സ് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ല. വേൾഡ് ട്രോമ ഡേ എന്നാണ്. അങ്ങനത്തെ ഡേകൾ വേൾഡുമായി ബന്ധപ്പെട്ട് നാഷണൽ ഡേയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ഇതുപോലെ ഒരു പേപ്പർ വയ്ക്കുക, കിട്ടുന്നതെല്ലാം മാക്സിമം എഴുതി വെക്കണം. അങ്ങനത്തെ ചോദിക്കാറുണ്ട്. ട്രോമ ഡേ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് October 17. ഇതൊക്കെ PYQ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ദ സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഹെഡഡ് ബൈ ഡാഷ് മെയ്ഡ് സജഷൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഹെഡ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? VL മേത്ത, B സ്വാമിനാഥൻ, C റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, പ്രൊഫസർ അഗർവാൾ. എഡ്യൂക്കേഷൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് ആരെ ഓർമ്മ വരും? സ്വാമിനാഥൻ ഓർമ്മ വരും അല്ലേ? അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹു ഡിഫൈൻഡ് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം? ഒരു സിസ്റ്റത്തിനേക്കാൾ കൂടുതലല്ലേ. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ്. ഇറ്റ് ഈസ് എ ഗോസ്പൽ ഓഫ് സെൽഫ് സഫീഷ്യൻസി ആൻഡ് സർവീസ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ള ഒരു കോട്ടാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കൊട്ടേഷൻസും സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ഈ കോട്ട് തന്നെ ML ഡാർലിംഗ്, ഹോളിയോക്ക്, ഫേ, പിന്നെ VL മെഹത്ത. ഈ കോട്ടൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും പോരാ, അതിൽ കൂടുതൽ കാണാറുള്ളതാണ്. ഹു ഡിഫൈൻഡ് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം. ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ്. ഇറ്റ് ഈസ് എ ഗോസ്പൽ ഓഫ് സെൽഫ് സഫീഷ്യൻസി ആൻഡ് സർവീസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, 10 മാർക്കാണ് ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും. പണ്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് റിപ്പീറ്റേഷൻസ് കിട്ടും അല്ലേ. ടെൻസ് ആയാലും ചിലപ്പോൾ 7 ക്വസ്റ്റ്യനൊക്കെ ടെൻസ് എന്ന് വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്ത് മാത്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു മോഡലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആവും വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയിട്ട് വേണ്ട CSEB എക്സാമിന് ഇനി തയ്യാറെടുക്കാൻ. 100 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻസ് കുറയാനാണ് സാധ്യത. കാരണം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചും കൂടി പലിശ ആയാലും പേഴ്സൻറ്റേജ് ആയാലും അങ്ങനത്തെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. പിന്നെ മാനസിക ശേഷി അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കണം. ക്ലോക്കിൻ്റെ, കലണ്ടറിൻ്റെ, അങ്ങനെ എല്ലാ ടൈപ്പും ജസ്റ്റ് ഒന്ന് നോക്കി എത്തിച്ച് പോവുക. ഒരു LGS LD ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മാത്സും ഇംഗ്ലീഷും ഒന്ന് പരിചയപ്പെട്ടു പോവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അറിയില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലേ നമുക്ക് അറിയുള്ളൂ. എന്നാലും 20 ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഇത്രയും കൂടി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് അത്രയും ഓപ്ഷൻസ് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. 10 ക്വസ്റ്റ്യനിലേക്ക് ചുരുങ്ങുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് മെമ്പർ റൈറ്റ്? ഒരു മെമ്പറുടെ റൈറ്റ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എലക്ട് ആൻഡ് റിമൂവ് ദ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒരു മെമ്പർക്ക് സാധിക്കുമോ? അതവിടെ നിൽക്കട്ടെ. എഫക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ജനറൽ ബോഡി. ജനറൽ ബോഡിയിൽ എഫക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലേ. ഒബ്റ്റെയിൻ റെലവൻറ്റ് ഇൻഫോർമേഷൻ. ബാങ്കിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. എലക്ട് ആൻഡ് റിമൂവ് മെമ്പേഴ്സ്. ബോർഡിലെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്ന ആരാണ്? മെമ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എലക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ നോൺ കോൺഫിഡൻസ് മോഷൻ അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും പോകുക മെമ്പർ അല്ല കേട്ടോ. അതൊക്കെ കമ്മിറ്റി മെമ്പേഴ്സിനാണ് അതിനൊക്കെയുള്ള അധികാരമുള്ളത്. നോർമൽ മെമ്പർക്ക് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഉള്ള അധികാരം ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലോസ് അസറ്റ്? ലോസ് അസറ്റിന് ബാധകമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ബയേർഡ് ഡിക്രി. ബോറോവർ ആൻഡ് ഷുവർട്ടീസ് ആർ ഡിക്ലെയർഡ് ആസ് ഇൻസോൾവെൻറ്റ്. ബോറോവർ ആൻഡ് ഷുവർട്ടി ഡൈഡ് ലീവിങ് നോട്ട് ടാഞ്ചിബിൾ അസറ്റ്സ്. ബോറോവർ അബ്സ്കോൺസ്. അതായത് ലോസ് അസറ്റ് ആണെന്ന് വെച്ചാൽ NPA ആയി ലോസ് അസറ്റ് ആയപ്പോൾ ലോസ് അസറ്റായിട്ട് പരിഗണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ അമൗണ്ട് കിട്ടാനുള്ള സാധ്യത ഇല്ല അല്ലേ. അപ്പോൾ ഇതിൽ അല്ലാത്തതാണ്, ആപ്ലിക്കബിൾ അല്ലാത്തതാണ്. ടൈം ബയേർഡ്, ആ സമയപരിധി കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ കിട്ടുമോ? കിട്ടില്ല. ആപ്ലിക്കബിൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ടൈം ബയേർഡ് ഡിഗ്രി കഴിഞ്ഞു പോയാൽ ആ വിധിയുടെ ടൈം ബയർ ചെയ്താൽ പിന്നെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനി ബോറോവറിനെ ആണെങ്കിലും അതിന് നിന്ന ഷുവർട്ടീനെ ആണെങ്കിലും ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിലും എന്തെഴുതിത്തള്ളും? ലോസ് അസറ്റ് പിന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം അയാൾ പാപ്പരായില്ലോ. പിന്നെ ബോറോവർ ഷുവർട്ടി മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ടാഞ്ചിബിൾ അസറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ മരിച്ചില്ലേ. അപ്പോൾ അതുമൂലം പ്രശ്നം വന്നു. ബോറോവർ അബ്സ്കോണ്ടായി, അയാൾ കടന്നു കളഞ്ഞു അല്ലെങ്കിൽ രാജ്യം വിട്ടു. അതെന്ന് വെച്ചിട്ട് കേസ് അവസാനിക്കാനൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ബോറോവർ അബ്സ്കോണ്ടാണ് അന്ന് ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ വീണ്ടും ചർച്ചകളുണ്ടായിരുന്നു. ബോറോവർ ആൻഡ് ഷുവർട്ടി ഡൈഡ് ലിവിങ് നോ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞതും ആൻസറായിട്ട് വരണം എന്ന് പറഞ്ഞ ചർച്ചകളൊക്കെ നടന്നെങ്കിലും ഈ ബോറോവർ അബ്സ്കോണ്ടാണ് അപ്പോൾ തൽക്കാലം കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് കൺസിഡർ ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ CAGBയുടെ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അത് ആ ഒരു രീതിയിലൊന്ന് ഒരു ആപ്ലിക്കബിൾ ലെവലിലെ ക്വസ്റ്റ്യനാണ്. ആ രീതിയിലൊന്ന് മനസ്സിലാക്കിയിരിക്കും. ദ ക്യാബിനറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാബിനറ്റ് ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് എ യൂണിഫോം സോഫ്റ്റ്വെയർ ഇൻ ഓൾ PSCs. കേരളത്തിലെ എല്ലാ PSCസിലും ഒരേപോലത്തെ സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിനെ ആരെയാണ് തീരുമാനിച്ചത്? TCSനെയാണ് തീരുമാനിച്ചത് അല്ലേ. പക്ഷെ പിന്നീട് അതൊന്ന് പിന്മാറൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും കഴിഞ്ഞ എക്സാമിന് TCS ആണ് ഉത്തരമായിട്ട് വന്നത്. TCSനായിരുന്നു കരാർ ഏൽപ്പിച്ചിരുന്നത് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് മത്സ്യഫെഡ്. മത്സ്യഫെഡ് ഈസ് നോർമലി വെസ്റ്റഡ് വിത്ത് ഡാഷ് ബോർഡ് ഓഫ് മെമ്പേഴ്സ് വോട്ടഡ് ടു പവർ ത്രൂ എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് എലക്ഷൻ ഫ്രം മെമ്പേഴ്സ് ഓഫ് ദ അഫിലിയേറ്റഡ് പ്രൈമറി കോപ്പറേറ്റീവ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരാണ് മത്സ്യഫെഡിൽ ഉണ്ടാവുക? 21, 22, 15. നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? 22 നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് റെഫർ ചെയ്യേണ്ടത്? നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. മത്സ്യഫെഡിനായാലും കൺസ്യൂമർ ഫെഡിനായാലും പുതിയ പുതിയ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് കൺസിഡർ ചെയ്യുക? നിങ്ങൾ നേരെ സൈറ്റ് എടുത്തൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ആ വർഷങ്ങളൊക്കെ അപ്പോൾ മാത്രമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആവുള്ളൂ. പ്രസൻറ്റ് ചെയർമാൻ ഓഫ് മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കോലിയങ്കോട് കൃഷ്ണനാണോ പിന്നെ മെഹബൂബാണോ മനോഹരനാണോ? കൃഷ്ണൻ അറിയാമല്ലേ. കൃഷ്ണൻ നായർ ഇപ്പോൾ SCUവിൻ്റെയാണ് ചെയർമാനാണ്. പിന്നെ മെഹബൂബ് നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ഫെഡിൻ്റെ ആണെന്ന്. മനോഹരനാണ് എവിടെ ഇരിക്കുന്നത്? മത്സ്യഫെഡ് മനോഹരമായി മാനേജ് ചെയ്യുന്നു എന്ന് ആലോചിക്കുക. As of 2024, what is the maximum per transaction limit for UPI payment in India? For general transactionsന് എത്ര പെർ ലിമിറ്റാണ് UPIക്ക് കൊടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ UPIക്ക് ജനറൽ ട്രാൻസാക്ഷൻസിന് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 10,000 ആണോ, 1 ലക്ഷമാണോ, 2 ലക്ഷമാണോ, 5 ലക്ഷമാണോ? ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 1 ലക്ഷമാണ് കേട്ടോ. പക്ഷേ ഓരോന്നിനും ഓരോ കാറ്റഗറിയാണ്. ജനറൽ ട്രാൻസാക്ഷൻസിൻ്റെ മാക്സിമം പെർ ട്രാൻസാക്ഷൻ ലിമിറ്റാണ്, പെർ ഡേ ആണ് ഈ 1 lakh എന്ന് പറയുന്നത്. എന്നാൽ ഈ ടാക്സ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീസ് അടയ്ക്കുക, മെഡിക്കൽ ബില്ല്, ചിലപ്പോൾ മെഡിക്കൽ ബില്ലൊക്കെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. 5 ലക്ഷത്തിൽ കൂടുതലൊക്കെ
5 ലക്ഷമാണ് ഇപ്പോൾ മാക്സിമം കൊടുത്തിട്ടുള്ളത് കേട്ടോ. എഡ്യൂക്കേഷൻ ഫീസും അതുപോലെ തന്നെ 5 ലക്ഷമാണ് കൊടുത്തിട്ടുള്ളത്. ടാക്സ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും സ്പെസിഫിക് കാറ്റഗറീസ് ഉണ്ട്. ജനറൽ ലിമിറ്റാണ്, സ്റ്റാൻഡേർഡ് ലിമിറ്റാണ് 1 ലാക്ക്, മാക്സിമം ലിമിറ്റ് ചോദിച്ചാൽ 5 ലക്ഷമാണ് എഴുതേണ്ടത് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ലിമിറ്റ് പെർ ഡേ ട്രാൻസാക്ഷൻ ചോദിച്ചാൽ 1 ലാക്ക് എഴുതുക. മാക്സിമം ലിമിറ്റ് ചോദിച്ചാൽ 5 ലക്ഷം വേണം എഴുതുക. ഇപ്പോൾ മാക്സിമം ലിമിറ്റ് 5 ലക്ഷമാണ് UPIയുടെ. UPI എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കേട്ടോ. ഇനി അടുത്തത്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ റൈറ്റ്ലി ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സെൻസ് ദാറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദെയർ ടോട്ടൽ ലയബിലിറ്റീസ് കുഡ് അമൗണ്ട് ടു എ ലാർജ് മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺ ഫണ്ട്സ്. ദെയർ ലോൺസ് ആർ മോസ്റ്റ്ലി അൺസെക്യൂർഡ് ആണ്. ദെയർ അസറ്റ്സ് ആർ സെവറൽ മൾട്ടിപ്പിൾസ് ഓഫ് ദെയർ ഓൺ ഫണ്ട്സ്, ഓൾ ഓഫ് ദി അബോവ്. ഇതിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. ദെയർ ടോട്ടൽ ലയബിലിറ്റീസ് കുഡ് അമൗണ്ട് ലാർജ് മൾട്ടിപ്പിൾസ് ഓഫ് ദെയർ ഓൺ ഫണ്ട്സ്. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് റൈറ്റ്ലി ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, cooperative credit societies are rightly leveraged institutions in the sense that their total liabilities could amount to a large multiple of their own funds. അടുത്തത് കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ്. 2025 76ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? വികസിത ഭാരതമാണോ, സുവർണ ഭാരതമാണോ, സബ്കാ വികാസ് ആണോ, ഇവയിലൊന്നുമല്ലേ? ഏതായിരുന്നു? സുവർണ ഭാരത് എന്നതായിരുന്നു ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക്കിൻ്റെ കേട്ടോ. അതുപോലെ തന്നെ 2025 76ാമത്തെ റിപ്പബ്ലിക്കിൻ്റെ മുഖ്യ അതിഥിയായി വന്നത് ആരാണ്? ഇമ്മാനുവൽ മക്രോൺ ആണോ, പ്രഭാവോ സുബിയാനോ ആണോ, അനുരാഗ് കുമാര ദിസൈനായകെ? ഇവയിൽ ഒന്നുമല്ല. ആരാണ് ഉത്തരമായിട്ട് വരിക? പ്രഭാവോ സുബിയാനോ ആണ് ഇപ്രാവശ്യം വന്നത് കേട്ടോ. പിന്നെ അദ്ദേഹം എവിടുത്തെ പ്രസിഡൻ്റ് ആണെന്നും കൂടി ഓർത്തു വയ്ക്കുക. ഇന്തോനേഷ്യൻ പ്രസിഡൻ്റ് ആയിരുന്നു പ്രഭാവോ സുബിയാനോ എന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ നേടിയ മലയാളി ആരാണെന്ന്. മരണാനന്തര ബഹുമതിയായിട്ട് നേടിയത് ആരാണ്? നമ്മുടെ MT സാറാണ് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് നേടിയത്? പത്മവിഭൂഷണാണ് കേട്ടോ. പത്മവിഭൂഷൺ നേടിയത്. അപ്പോൾ GK ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അവാർഡുമായി ബന്ധപ്പെട്ടത്, സ്പോർട്സുമായി ബന്ധപ്പെട്ടത്, കലാ സാംസ്കാരികം അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കാറ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ഓൾ ഷാൾ ബി ഓഡിറ്റഡ് ബൈ. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആരാണ് അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യുക? DCA ആണോ, ഓഡിറ്റിംഗ് ഫേംസ് ആണോ, കൺകറൻറ്റ് ഓഡിറ്റേഴ്സ് ആണോ, രജിസ്ട്രാർ ആണോ? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ട്സ് അല്ല, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ഫേംസ് ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യണം. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ഷാൾ ബി ഓഡിറ്റഡ് ബൈ ആരാണ്? ഓഡിറ്റിംഗ് ഫേംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് ത്രൂ ഓഡിറ്റ് അലോൺ ദാറ്റ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ക്യാൻ ബി എക്സസൈസ്ഡ് ഓവർ ദ മൂവ്മെൻറ്റ്. ഓഡിറ്റിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു എഫക്റ്റീവ് കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ കഴിയൂ. സ്പെസിഫൈ ദ കമ്മിറ്റി വിച്ച് സ്റ്റേറ്റഡ് ദിസ്. ഇത് പറഞ്ഞ കമ്മിറ്റി ഏതാണെന്ന്. ഏതാണ്? സർവേ കമ്മിറ്റിയാണോ, മാക്ലഗൻ ആണോ, സെറയ്യ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏത് കമ്മിറ്റിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ട കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. മക്ലഗൻ കമ്മിറ്റിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കേട്ടോ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യണം. മക്ലഗൻ കമ്മിറ്റിയുടെ കൊട്ടേഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇറ്റ് ഈസ് ത്രൂ ഓഡിറ്റ് അലോൺ ദാറ്റ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ക്യാൻ ബി എക്സസൈസ്ഡ് ഓവർ ദ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത് മക്ലഗൻ കമ്മിറ്റിയാണ്. നെക്സ്റ്റ് ഒരു കൊട്ടേഷൻ, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു എൻ ഏജൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂസ് ഒപ്പീനിയൻ ഈസ് ദിസ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഷുഡ് ബി എൻട്രസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഏജൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഊന്നിയിട്ടാണെന്നാണ്. മക്ലഗൻ ആണോ, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലോ ആണോ, മിർദ കമ്മിറ്റിയാണോ, ഗോർവാല കമ്മിറ്റിയാണോ, ഏത് കമ്മിറ്റിയാണ്? ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ PYQ ആണ്. അപ്പോൾ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഓഡിറ്റിന് കമ്മിറ്റി ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി തോന്നി, അതുകൊണ്ടാണ് എടുത്തത്. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു എ ഏജൻസി ഇൻഡിപെൻഡൻറ്റ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൂസ് ഒപ്പീനിയൻ ഈസ് ദിസ് എന്ന് പറഞ്ഞത് ആരാണ്? മിർദ കമ്മിറ്റിയാണെന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്നത്തെ 20 ചോദ്യങ്ങളുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ പിന്നെ
കൂടുതൽ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുക. ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഫാക്റ്റുകൾ വെറുതെ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. എക്സാംസ് ധാരാളം കിട്ടുന്ന എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ചാനലിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്